Amen.
സമാധാനത്തോടുകൂടി ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷരാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനോപത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. എന്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആകാശവും ഭൂമിയും അവയുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തി നിർവഹിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉത്പത്തി ചരിത്രം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിലും ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മുടം മഞ്ഞ ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലുള്ള പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവരെ നാസാദ്രങ്ങളിലേക്ക് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിരുന്നു. അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. പ്രിയ സഹോദരരെ, ശ്രീകാന്ത വായന അധ്യായം 2 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പന്തക്കുസ്ത ദിവസം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റാണ്
പെട്ടെന്ന് ആകാശം നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാളുകൾ അവർ കാണപ്പെട്ടു. ഓരോന്നും ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് അവർക്ക് പ്രഘോഷിക്കാൻ ബലം കൊണ്ടതനുസരിച്ച് അവർ മറ്റു ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിലുള്ള സ്ഥലത്ത് നിന്ന് ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുകയും താങ്കാരുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരക്കുകയും ചെയ്തു. പരിഭ്രമിച്ചും അത്ഭുതപ്പെട്ടും അവർ പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരല്ലേ? നാം എല്ലാവരും നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? കാർത്തിയാക്കാരും മേലിയാക്കാരും എലാമിയാക്കാരും മെസൊപ്പൊട്ടാമിയ നിവാസികളും യൂദയായിലും കപ്പറീക്കായിലും കോട്ടേസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പ്രാന്തിയായാലും ഈജിപ്തിലും സൈലന്യ ഇന്ത്യാപ്രവേശകരും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സംരക്ഷകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്കുകൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ ഇന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കെ ഈശോ വന്ന് അവിടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോ തന്റെ കൈകളും വിലാപവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കായി ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കൾ, നമ്മൾ ആരാധനാക്രമ മത്സരത്തിന്റെ ഒരു പുതിയ കാലത്തിലേക്ക് നാം ഇത് പ്രവേശിച്ചിരിക്കുകയാണ്. ശ്രീകാകാലം. നമുക്കറിയാം, ഈ ശ്രീകാകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഓർമ്മിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി എപ്രകാരമാണ് പ്രിയ ശിഷ്യന്മാർ ക്രിസ്തുവിന് വേണ്ടി ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങി തിരിച്ചത് എന്നതിന്റെ ഓർമ്മയാണ് ഈ ശ്രീകാകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്
നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഭയുടെ സ്ഥാപനത്തെ കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ എല്ലാ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ രണ്ട് ചിന്തകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ നമ്മോട് പറയുകയുണ്ടായി ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സൃഷ്ടികർമ്മത്തെ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ അവസാനത്തിൽ ഈശോ അല്ലെങ്കിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, മനുഷ്യൻ ജീവനില്ലാത്തവനായിരുന്നു, പക്ഷേ മനുഷ്യന് ജീവനുണ്ടായത് ദൈവം നാസാരന്ധ്രങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചപ്പോഴാണ് എന്ന് ഒന്നാമത്തെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ വായനയിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാക്കളാൽ പൂരിതരാക്കപ്പെട്ടവരാണ് എന്നുള്ള വലിയ സത്യം തന്നെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ പ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. തന്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവരുടെ ഛായയും സാദൃശ്യവുമായ നാം ഓരോരുത്തരും ഇത് ആത്മാവിന്റെ മക്കളാണെന്നും ഒരേ ആത്മാവിന്റെ മക്കളാണെന്നും ഈ ആത്മാവിനാലാണ് നാം ഓരോരുത്തരും ജ്വലിക്കുന്നതും ചലിക്കപ്പെടുന്നതും എന്നുള്ള വലിയ സത്യമാണ് സഭാപിതാക്കന്മാരും സഭയും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമത്തെ വായനയിലൂടെ. അപ്പോൾ ഒന്നാമത്തെ വായന നമ്മൾ പറഞ്ഞു വെക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നതിനുള്ള വലിയ സത്യമാണ്. അതിനാലായിരിക്കാം സുവിശേഷകന്മാർ പ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ശരീരം വെറും മണ്ണ് മാത്രമാണ്. മരിച്ചതിന് ശേഷം ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങി പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള വലിയ ഒരു ചിന്ത കൂടി ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് നമുക്ക് സഭയുടെ 2ാമത്തെ വായനയിൽ നിന്നുള്ള വായിച്ച് കേൾക്കേണ്ടിയിരുന്നത് ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 33-ാം അധ്യായമാണ്. ഇവിടെയും ജോബ് വളരെ മനോഹരമായിട്ട് നമ്മോട് പറഞ്ഞു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത് ആത്മാവ് തന്നെയാണ് നമുക്ക് ജീവൻ നൽകുന്നത് എന്നതിനെ കുറിച്ച് ഒരിക്കൽ കൂടി അടിവരയിട്ട് ജോബ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജോബ് ഒരു കാര്യം കൂടി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തന്റെ ആത്മാവിനെ തന്നെ മനുഷ്യരിൽ നിന്ന് അവിടെ തന്നെ തിരികെ വിളിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നുള്ള വലിയ ചിന്ത കൂടി ജോബ് പറഞ്ഞു വെക്കുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ ഇത് ജോബ് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് നൽകപ്പെട്ട ഓരോ ദാനങ്ങളും വരങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എന്നുള്ള വലിയ ഒരു ചിന്തയിൽ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും സഭയുടെ അംഗമായി തീരുന്നത് ഈ മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ഈ മാമോദീസയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും എന്ന കൂദാശയിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഇത് ആത്മാവിന്റെ ചൈതന്യമാണ് ഈ സഭയിൽ തുടർന്നു കൊണ്ടുപോകുവാൻ സഭയുടെ അംഗമായി തീരുവാൻ നമ്മയും അനുവദിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിട്ടാണ് ഓരോ ശിഷ്യന്മാരും ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു ധൈര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നത് കൂടി നമുക്ക് മറക്കാതിരിക്കാമെന്ന് തന്നെയാണ് 2ാമത്തെ വായനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട ലേഖന ഭാഗം അപ്പസ്തോല പ്രവർത്തനം എന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെയും നമുക്കറിയാം അപ്പസ്തോല ലേഖനം അപ്പസ്തോല പ്രവർത്തനം എഴുതിയത് ലൂക്കാ സുവിശേഷകൻ തന്നെയാണ്. അപ്പം ഈ ലൂക്കാ സുവിശേഷകൻ നമ്മോട് പറഞ്ഞു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനാൽ എപ്രകാരമാണ് ഒരു വ്യക്തി പൂരിതനായി തീരുന്നതെന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം വൈചരിതരായ ശിഷ്യന്മാർ എപ്രകാരമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെ കുറിച്ചും നമ്മുടെ ഈ ലേഖന ഭാഗത്തിലൂടെ കണ്ടുകൊണ്ടുന്നുണ്ട്. ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വൈചരിതരായ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്കാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. ആത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കും. വേദനകളിലൂടെ, വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ആരുമില്ലാത്ത അവസ്ഥയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും വിദേശികന്മാരെ പോലെ പത്രോസിനെ പോലെ ക്രിസ്തുവിനെ ധീരതയോടെ പ്രഘോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ള വലിയ സത്യം ഇവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും കടമ എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ ലോകമെമ്പാടും പ്രഘോഷിക്കുക എന്ന് തന്നെയാണ്. സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞ പൗലോസിനെക്കായും വാക്കുകൾ നമ്മളെപ്പോഴും പേടിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഒരു നാമമാത്ര ക്രിസ്ത്യാനികൾ മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തിയിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും പകർത്തി കൊടുക്കുവാനുമുള്ള ഒരു വലിയ കടമ നമുക്കുണ്ട് എന്ന് ഈ ലേഖന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ ശ്ലീഹായെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഭയന്ന് കട്ടകടഞ്ഞിരുന്ന ഈ ഒരു ശിഷ്യ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് അവർക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിനെ
ഈശോ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈശോയുടെ മധ്യേ വന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഒരിക്കലും പ്രണീത് ബാബ യുവജനങ്ങളെ കാണുന്നതിനിടയിൽ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ തേടുന്ന യഥാർത്ഥമായ സമാധാനത്തിന് ഒരു മുഖമേ ഉള്ളൂ, ഒരു പേരേ ഉള്ളൂ, അത് മറ്റാരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു നൽകുന്ന സമാധാനമാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത്. ഈ ക്രിസ്തു നൽകുന്ന സമാധാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ക്രിസ്തു നൽകുന്ന സമാധാനം ലഭിക്കുന്ന ഇടങ്ങളാണ് വിശുദ്ധ ബലിയും കുമ്പസാരങ്ങളും കൂദാശകളും എന്ന് പറയുന്നത്. അപ്പോ ഈ കുർബാന സ്വീകരിച്ച് കൂദാശകൾ സ്വീകരിച്ച നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സമാധാനങ്ങളായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് നമ്മൾ ആരോടൊക്കെയാണോ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികള് പെരുമാറ്റങ്ങൾ എല്ലാം ഈ സമാധാനത്തോടു കൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഈശോ നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മുൻപായിട്ട് ഈശോയോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം, അവരെ ശക്തിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാർക്ക് വലിയ അറിവുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ഒന്നുമില്ലാത്തവരെ വിളിച്ച് എന്തൊക്കെയാക്കി തീർത്ത ഒരു ദൈവത്തിനെയാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഒന്നുമില്ലാത്തവരെയാണ് അവരുടെ അടുക്കലേക്ക് വിളിച്ചത്. വലിയ സമ്പന്നരെയോ വലിയ അറിവുള്ളവരെയോ ഒന്നുമല്ല അവർ വിളിച്ചത്. അവർ വിളിച്ചത് സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരെയാണ്. സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവരെ അയച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ കടമ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന, നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ ലോകമെമ്പാടും പ്രഘോഷിക്കുക എന്നുള്ള വലിയ ദൗത്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, ഈ ദിവസമാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. പത്രോസിന്റെ ഈ പ്രസംഗം കേട്ട് 5000-ലധികം പേര് ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. സഭയും സ്ഥാപിക്കപ്പെട്ടത് സഭയുടെ അംഗമായി തീരുന്നതിന് നമുക്ക് അഭിമാനിക്കാം. ഇന്ന് സഭ വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഭ ഒറ്റയ്ക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഭ ആരോഗ്യമില്ലാത്തവളായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സഭയെ സ്നേഹിക്കുവാനും സഭയോട് ചേർന്നിരിക്കുവാനും സഭയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുവാനുമുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കട്ടെ. അപ്പോ നമുക്കും പൗലോസിനെക്കായി പോലെ പറയുവാൻ സാധിക്കും, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം വേണ്ടവുമാണ്. ക്രിസ്തു നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് കർത്താവേ ഞങ്ങളുടെ കരുണയാവണമേ എന്ന് അപേക്ഷിക്കാം. എല്ലാവരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരോട് ചേരുമിഷ്ടയായി സുവിശേഷ പാലകളോട് ജീവിച്ചുകൊണ്ട് എന്റെ സത്യത്തിന്റെ സാക്ഷികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമസ് മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി വഹിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീമാർക്ക് പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹിതരെയും സേവനത്തിനെയും പ്രേക്ഷിതരെയും ലോകമെന്ന് പ്രക്ഷോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ പിതാവീക്ഷണമായ മറ്റെല്ലാവരെയും നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായുടെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ ബോധിതരായ സ്നേഹിതന്മാരെ
നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിന്റെയും നാഥനായ നീക്കും. വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയോടുകൂടി വിജയവചനന്മാരുടെയും ഓടച്ചുള്ള രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും സുദീർഘമായ ദാനം വഴി മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയെ മരിച്ചവരെല്ലാവരും എതിർ ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളെ
പാപികളുമായിരുന്നു ഞങ്ങളെ കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഈ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം സമാധാനം നൽകുകയും നമുക്ക് വിശുദ്ധിയോടെ കർത്താവിനെ പറയുകയും അവതരിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അവരുടെ ഇവിടെ സൂക്ഷിപ്പീക്ഷിക്കുവാൻ ഭയപ്രത്യേകമായ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സംഘത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലശരാശരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള പ്രത്യേകത കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടെ ഞാൻ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അർപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് പ്രകാശിക്കുവാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമർപ്പിക്കുകയും വൃദ്ധരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു. ഞങ്ങൾ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ ധൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും ധൂപതാധ്യക്ഷനുമായ മാർ ജെയിംസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതന്മാർ, പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വധകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിന്മേ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമല്ലാത്ത പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായി അങ്ങയെ സ്നേഹിക്കുന്ന ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിടങ്ങളിൽ വരട്ടെ. ദാസരുടെ കുർബാനയോട് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശയ്ക്കും ഇതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാത്മകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ
അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂലമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് ആത്മഭക്തിയോടെ സമീപിക്കാം. ശരണത്തോടെ അപരാധ പിന്തിരിഞ്ഞും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും ആത്മജയത്തോട് യാചിക്കുകയും ചെയ്യാം. പിന്നെ കലങ്ങൾ വിഴിഞ്ഞ് നമ്മൾ സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുദേവ ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ ഞങ്ങളുടെ ശരീരങ്ങളിലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ നീ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയ പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയുടെ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ,
സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സുഖമാകട്ടെ. സഹോദരന്റെ വിശ്വാസം സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പഠിക്കുകയും ചെയ്യാം. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാനീ കുർബാന നിനക്കായി. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാനീ കുർബാന നിനക്കായി. സഹിച്ചു പീഡനങ്ങൾ നിനക്കായി കൊണ്ടു ഞാനടികൾ നിനക്കായി, എനിക്കു വേണ്ടതു നിന്നെ മാത്രം എൻ്റെ സ്നേഹിതനേ. ദൈവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി. യഥാർത്ഥത്തെ കുറിച്ച് അങ്ങയുടെ മകനീയ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ സ്തുതിർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടാം ദൈവം
അവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതനായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.